ഹോർലിക്സിൽ തവളയെ കണ്ടെത്തിയെന്ന പരാതിയുമായി രംഗത്ത് വന്നത്. ഇക്കഴിഞ്ഞ നവംബർ 8-ാം തീയതിയാണ് കേളകത്തെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് 500 ഗ്രാമിന്റെ മദേഴ്സ് ഹോർലിക്സ് വാങ്ങിയത്. ഗർഭിണിയായ മകൾക്കു വേണ്ടിയായിരുന്നു ബാബു ഹോർലിക്സ് വാങ്ങിയത്. ഇതിൽ പകുതിയോളം ഉപയോഗിച്ച ശേഷമാണ് ചത്ത തവളയെ കണ്ടെത്തിയത്. തവളയെ കണ്ടതോടെ മകൾ ഛർദ്ദിച്ച് അവശയായതായും ഇദ്ദേഹം പറയുന്നു. കുറച്ചു ദിവസം ഇത് ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ ജീവി ഇങ്ങനെ ചത്തതായിട്ട് ഇതിനകത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇത് കിട്ടിയതിന് ശേഷമാണെങ്കിൽ എൻ്റെ മകൾ ഗർഭിണിയായിരുന്നു, അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ കുറേ ഒരു ദിവസത്തോളം ഛർദി തന്നെയായിരുന്നു. മനസ്സിന് വളരെയധികം ഫീൽ ചെയ്ത ഒരു സംഭവമായിപ്പോയി. ഇത് ജനങ്ങൾ അറിയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിൻ്റെ പേരിലാണ് ഇത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആരോഗ്യവകുപ്പിനെ ഇവർ വിവരം അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് അധികൃതർ ഇത് സംബന്ധിച്ച് ഫുഡ് സേഫ്റ്റി അധികൃതരെയും വിവരം അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ബാച്ചിലിറങ്ങിയ ഹോർലിക്സ് പാക്കുകൾ പിൻവലിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഫുഡ് സേഫ്റ്റി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. വൃത്തിഹീനമായും അശ്രദ്ധമായും കൈകാര്യം ചെയ്യുന്നതാണ് ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ കലരാൻ കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ബ്രാൻഡഡ് ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ മാലിന്യങ്ങൾ കലരുന്നത് പതിവായിട്ടുണ്ട്. കഴിഞ്ഞ മാസം മുരിങ്ങോടിയിൽ നിന്ന് വാങ്ങിയ ഫിഷ് മസാല പാക്കിനുള്ളിൽ പാറ്റയെ കണ്ടെത്തിയ സംഭവം ഇതിനൊരു ഉദാഹരണമാണ്. ന്യൂസ് ബ്യൂറോ, കേളകം.